ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ഏവിയേറ്റർ വണ്ടി. സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കുക. അതായത് ഒരുപാട് നമ്മളിട്ട് ബുദ്ധിമുട്ടിച്ച വണ്ടിയാണിത്. നിലവിൽ അതിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കുന്ന നേരത്ത് സ്പാർക്ക് പ്ലഗിനകത്തേക്ക് കറണ്ട് വന്നില്ല. അതായത് സ്പാർക്ക് ഫ്യൂവലിൽ കത്തിക്കാനായിട്ടുള്ള പവർ സ്പാർക്ക് പ്ലഗിലേക്ക് കിട്ടുന്നില്ല. അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള കംപ്ലയിൻറ്റ് കേട്ടോ. അത് നമ്മൾ ഓരോ പ്രാവശ്യമായിട്ട് പല പല കംപ്ലയിൻറ്റ്സുകൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. സി ഡി ഐയുടെ കംപ്ലയിൻ്റ് ആണോ എന്ന് അറിയാനായിട്ട് ഈ തവണ കംപ്ലയിൻറ്റ് കാണിച്ചപ്പോൾ സി ഡി ഐ യൂണിറ്റ് മാറ്റി വെച്ച് പോയി. എന്നിട്ടും നമുക്കതിനകത്ത് കറക്റ്റായിട്ടുള്ളൊരു സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ടായില്ല. അതിനുശേഷം നമുക്ക് അതിൻ്റെ സി ഡി ഐയുടെ സോക്കറ്റിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്. അത് നമ്മൾ പ്രാവശ്യം മാറ്റി ലൂസ് കോൺടാക്റ്റൊക്കെ ഉണ്ടായതാണ്. ക്ലാവ് പിടിച്ചേർന്നാണ്. അപ്പോൾ അത് നമ്മൾ മാറ്റി സോൾഡർ ചെയ്തൊക്കെ റീസെറ്റ് ചെയ്തു. വീണ്ടും റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിച്ചു. അപ്പോൾ അതിനിടയിൽ എച്ച് ടി കോയിലിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ എച്ച് ടി കോയിലിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ അതിൻ്റെ പ്രശ്നമല്ല, അത് ഇടയ്ക്ക് അത് കട്ടായി പോയിട്ട് ഒരു എർത്തിങ് പോലെ കാണിച്ചതുകൊണ്ട് അത് മാറ്റി കിട്ടാം. സി ഡി യൂണിറ്റ് മാറ്റി. ലാസ്റ്റ് പിന്നെ നമുക്കുള്ള ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ എഞ്ചിൻ്റെ ഉള്ളിൽ വന്നൊരു കോയിൽ അസംബ്ലിയാണ്. ഇതിൻ്റെ ഉള്ളിൽ വന്നൊരു കോയിൽ അസംബ്ലി. ഇപ്പോൾ നമ്മളത് മാറ്റി വെച്ച് വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. അത് മാറ്റി വെക്കണ വരെ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിരുന്നു. വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ടായില്ല, കറണ്ട് വരുന്നുണ്ടായില്ല. അത് മാറ്റി വെച്ചപ്പോൾ വണ്ടി റെഡി. ഐറ്റത്തിൻ്റെ വില 1524 രൂപയാണ്. നമ്മൾ പരമാവധി റേറ്റ് ഉള്ള പാർട്സുകൾ പരമാവധി എന്തിൻ്റെ ആണെന്ന് കൺഫേം ചെയ്യാതെ കൊണ്ട് നമ്മൾ മാറ്റി വെച്ചാൽ നമ്മുടെ അത്ര പൈസ നഷ്ടമുള്ളതെന്നാണ് മെയിനായിട്ട് നമ്മൾ നോക്കാം. അപ്പോൾ ഇത് മാറ്റിയപ്പോൾ വണ്ടി റെഡിയായി. അതിന് ശേഷം ഞാനിപ്പോൾ കാലടി വഴി ആ വഴിയൊക്കെ ഇട്ട് ഓടിച്ചു. വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിച്ചിട്ടില്ല. ഇപ്പം നിലവിൽ നമ്മളിത് ബില്ല് ചെയ്യണില്ല, ഓൾറെഡി പെൻഡിങ് നിർത്തിയേക്കാം. കാരണം ഞാൻ ഇതേപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്തിട്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കുന്നു. ഇലക്ട്രിക്കൽ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് നമുക്ക് പല കാരണം കൊണ്ട് വരും ഈ സെയിം പ്രോബ്ലം. വയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് വരാം, കോയിൽ അസംബ്ലിയുടെ കംപ്ലയിൻറ്റ് കൊണ്ട് വരാം, സി ഡിയുടെ കംപ്ലയിൻറ്റ് കൊണ്ട് വരാം, ഈ താക്കോൽ സ്വിച്ചിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് വരാം. ഞാൻ ആ സ്വിച്ചിൻ്റെ കണക്ഷൻ അടക്കം സേഫ്റ്റി പിൻ ഉപയോഗിച്ച് അത് വിടിയിച്ചിട്ടിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കി. എന്നിട്ടും കംപ്ലയിൻ്റ് ആയിരുന്നു. പ്രത്യക്ഷത്തിൽ കംപ്ലയിൻറ്റ് കാണിച്ചേക്കുന്നത് ഈ ആയിട്ടാണ്. ഇത് ഞാൻ ഓൾറെഡി ബില്ല് ചെയ്യണില്ല, ബില്ല് പെൻഡിങ്ങിൽ വെച്ചേക്കാം. കാരണം ബില്ല് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് ഇത് കംപ്ലയിൻറ്റ് കൺഫേം അല്ലെങ്കിൽ നമുക്ക് കംപ്ലയിൻറ്റ് ഒരു പക്ഷേ കംപ്ലയിൻറ്റ് റെഡി അല്ലെങ്കിൽ നമുക്ക് തിരിച്ചെടുക്കൽ പ്രശ്നമാണ്. അപ്പോൾ അത് കാരണം ഞാൻ പെൻഡിങ്ങിൽ നിർത്തിയേക്കാണ്. 1524 രൂപയാണ്. ഐറ്റത്തിൻ്റെ പേയ്മെൻറ്റ് ഓൾറെഡി അടച്ച് പോകണം. കാരണം എന്ന് വെച്ചാൽ പാർട്സിൻ്റെ എമൗണ്ട് മാത്രം കേട്ടോ. അതിന് എന്തെങ്കിലും ബൈ ചാൻസ് ഏതെങ്കിലും കാരണവശാൽ കംപ്ലയിൻറ്റ് എന്തെങ്കിലും ആണെങ്കിൽ റിപ്പീറ്റ് നമുക്ക് ഈ എമൗണ്ട് റീഫണ്ട് ചെയ്യാനാണ് നമ്മൾ ആ രീതിയിൽ അറേഞ്ച് ചെയ്തത്. അപ്പോൾ നമ്മളും മാക്സിമം നോക്കണുണ്ട് എന്തിൻ്റെ ആണെന്നുള്ള കംപ്ലയിൻറ്റ്. ചില കംപ്ലയിൻറ്റിൽ മെക്കാനിക്കൽ കംപ്ലയിൻ്റ് ആണെങ്കിൽ നമുക്ക് ഓൾറെഡി നമുക്ക് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടുപിടിച്ച് കൺഫേം ചെയ്യാം. ഈ ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള സംഭവം വരുമ്പോൾ അത് കൃത്യമായിട്ട് നമുക്കത് കിട്ടുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കേസ്. അപ്പോൾ അത് നമ്മൾ ഈ രീതിയിൽ മാറ്റിയിട്ട് നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ഐറ്റത്തിൻ്റെ റേറ്റ് 1524 രൂപയാണ്. പിന്നെ ഒരു പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ഈ കംപ്ലയിൻറ്റ് റിപ്പീറ്റ് കാണിക്കുകയാണെങ്കിൽ ആ ഐറ്റം റിട്ടേൺ ചെയ്തോളാം. ഓക്കെ, ഈ ഫണ്ട് റീഫണ്ടും ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ആ രീതിയിൽ അറേഞ്ച് ചെയ്തേക്കാം. ഐറ്റം ഞാൻ വണ്ടിയിൽ വെച്ചേക്കാം. ഇതിങ്ങനെ തന്നെ സൂക്ഷിക്കുക. കംപ്ലയിൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് പാക്ക് ചെയ്ത് തിരിച്ചിട്ട് നമുക്ക് അയച്ചെടുത്തിട്ട് റീഫണ്ട് ചെയ്യാം കേട്ടോ. കാരണം ഈ റിപ്പീറ്റ് 1-2 പ്രാവശ്യം വന്നേക്കണ കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഇത് പറയണതിൻ്റെ കേസ് കേട്ടോ. ഓക്കെ.